മുകേഷ്, ഇടവേള ബാബു, അഡ്വക്കേറ്റ് വി എസ് ചന്ദ്രശേഖരൻ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഉത്തരവ് മറ്റന്നാളുണ്ടാകും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വ്യാഴാഴ്ച വിധി പറയും. മണിയൻപിള്ള രാജുവിന് സ്റ്റേഷൻ ജാമ്യം നേടാം. അതേസമയം സംവിധായകൻ വി കെ പ്രകാശിന് കുരുക്ക് മുറുകുകയാണ്. സംവിധായകൻ രഞ്ജിത്ത് മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചു. ആദ്യമൊരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, പിന്നാലെ മാലപ്പടക്കം പൊട്ടും പോലെ വെളിപ്പെടുത്തലുകൾ, തുടർന്നെത്തി SITയും താരങ്ങളുടെ ഒളിവ് ജീവിതവും, കീഴ്ക്കോടതി മുതൽ ഹൈക്കോടതി വരെ കയറിയ ജാമ്യാപേക്ഷകൾ. റിയൽ ലൈഫിനെ വെല്ലുന്നതാണ് റിയൽ ലൈഫ് ഡ്രാമ. അടച്ചിട്ട മുറിയിലെ തണുത്തുറഞ്ഞ വാദം. പ്രതികൾക്കെതിരെ 376 വകുപ്പ് നിലനിൽക്കുമെന്നും തെളിവുണ്ടെന്നും കസ്റ്റഡിയിൽ വേണമെന്നും പോലീസ്. 10-15 കൊല്ലം പഴക്കമുള്ള കേസിൽ തെളിവ് നശിപ്പിക്കും, സാക്ഷികളെ സ്വാധീനിക്കുമെന്ന ചതഞ്ഞ വാദം വേറെ. പ്രതിഭാഗം വക്കീൽ ആത്മവിശ്വാസത്തോടെ മാധ്യമങ്ങളെ കണ്ടതിൽ നിന്ന് ചിലതൊക്കെ ഇപ്പോഴേ അനുമാനിക്കാം. എന്തായാലും വ്യാഴാഴ്ച വരെ കാത്തിരിക്കുന്നതാകും ബുദ്ധി. ജാമ്യം ലഭിക്കാവുന്ന കുറ്റം ചുമത്തിയതിനാൽ മണിയൻപിള്ള രാജുവിന് സ്റ്റേഷനിൽ ഹാജരായി ഇന്ന് തന്നെ ജാമ്യമെടുക്കാം. ഒരു കേസിൽ മാത്രം 4 കേസുകളുണ്ടായിരുന്നു. ഒരു കേസിൽ മാത്രം അത് ബെയിലബിൾ ഒഫൻസ് ആയത് കാരണം കൊണ്ട് നിൽക്കുമോ എന്നുള്ള 438 നിൽക്കുമോ എന്നുള്ള കാര്യത്തിൽ കോടതി ആശങ്ക പ്രകടിപ്പിച്ചു. അത് ഇന്നത് ഒരു പക്ഷേ ക്ലോസ് ചെയ്യാനായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട്. അത് മണിയൻപിള്ള രാജുവിന്റെ കേസിൽ. മറ്റ് 3 കേസുകളും വാദം കേട്ടു, മറ്റന്നാളിലേക്ക് വിധി പറയാനായിട്ട് മാറ്റിയിട്ടുണ്ട്. ജില്ലാ സെഷൻസ് കോടതി കഴിഞ്ഞു, ഇനി ഹൈക്കോടതി വരെ കയറണം. കാരണം അവിടെ അമ്മ മുൻ ജനറൽ സെക്രട്ടറിയും ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാനും ഊഴം കാത്തിരിപ്പുണ്ട്. കോടതി വരാന്തയിലെ നെഞ്ചിടിപ്പിന്റെ ശബ്ദം കോടതിയുടെ പുറം ഗേറ്റ് വരെ കേൾക്കാം. നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്നെന്തായാലും ഹൈക്കോടതി പരിഗണിച്ചു. പോലീസിനോട് റിപ്പോർട്ടും തേടി. 10 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. അറസ്റ്റിന് തടസ്സമില്ല കേട്ടോ. രഞ്ജിത്ത് മുൻകൂറുമായി ഇന്നാണ് എത്തിയത്. പശ്ചിമ ബംഗാൾ നടിയുമായി ഒരു ബന്ധവുമില്ലെന്നും അറസ്റ്റിന് വഴങ്ങാനുള്ള ആരോഗ്യമില്ലെന്നും മുൻ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ. ഇതിനിടെ സംവിധായകൻ വി കെ പ്രകാശ് നന്നായി ലോക്കായിട്ടുണ്ട്. 2022 ഏപ്രിൽ 4 പരാതിക്കാരിയും വി കെ പ്രകാശും ഹോട്ടലിൽ എത്തിയതിന്റെ രേഖ അന്വേഷണ സംഘം തപ്പിയെടുത്തു. ഇതിനെല്ലാമിടെ ലഹരി പാർട്ടി ആരോപണമുയർത്തിയ ഗായിക സുചിത്രയ്ക്കെതിരെ നടി റിമ കല്ലിങ്കൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി നൽകി. വക്കീൽ നോട്ടീസും പിന്നാലെ അയച്ചിട്ടുണ്ട്. ഇതിനൊരു അവസാനമില്ലേ എന്ന് പൊതുജനം ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതെങ്ങനെ സാധ്യമാകും? ഒരെണ്ണം അവസാനിക്കുന്നിടത്തു നിന്നും പുതിയ വെളിപ്പെടുത്തലുകൾ വീണ്ടും വരികയല്ലേ? അടുത്ത ചെസ് നമ്പർ ആരുടേതെന്നറിയാൻ കാത്തിരിക്കുക മാത്രമേ നിവർത്തിയുള്ളൂ. എസ് ശ്രീകാന്ത്, 24 കൊച്ചി.